നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ആദ്യത്തെ ആപ്പ് എക്സ്പ്രസ് ആപ്പ് നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. നമ്മളൊരു സിമ്പിൾ ആപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹലോ വേൾഡ് എന്ന് പറയുന്നൊരു റെസ്പോൺസ് വരുന്ന ഒരു ആപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ എക്സ്പ്രസ് ജെഎസിൻ്റെ വെബ്സൈറ്റിൽ തന്നെ വരിക, ഗെറ്റിംഗ് സ്റ്റാർട്ടഡിൽ ഹലോ വേൾഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ ഉണ്ടായിരിക്കും ഒരു സിമ്പിൾ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് നമ്മൾ ആപ്പ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത്. സോ നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് എക്സ്പ്രസ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം, ജാവാസ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യണം. സോ ആദ്യം നമുക്ക് എക്സ്പ്രസ് ഇമ്പോർട്ട് ചെയ്യണം. സോ അത് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും. ആ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്കൊരു ആപ്പ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് നമ്മുടെ പോർട്ട് സെറ്റ് ചെയ്യണം. ഈ 3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. സോ നമ്മൾ ആദ്യം വരുന്നു, നമ്മളൊരു app.js എന്ന് പറയുന്നൊരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇതിൽ നമ്മൾ ആദ്യം നമ്മുടെ എക്സ്പ്രസ് മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യാം. സോ നമ്മൾ ആദ്യം എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, കോൺസ്റ്റൻറ്റ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. സോ അതിനുശേഷം നമ്മൾ റിക്വയർ മെത്തേഡ്, നമ്മളിതൊക്കെ ഓൾറെഡി പഠിച്ചതാണ്. സോ റിക്വയർ അതിനുള്ളിൽ നമ്മൾ നമ്മുടെ എക്സ്പ്രസ് എന്ന് കൊടുക്കുന്നു. നമ്മൾ ഏത് മോഡ്യൂളാണ് ഉപയോഗിക്കുന്നത്, എക്സ്പ്രസ് എന്ന് കൊടുക്കുന്നു. സോ നെക്സ്റ്റ് നമുക്ക് ഒരു ആപ്പ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ആപ്പ് ഈക്വൽ ടു നമ്മുടെ എക്സ്പ്രസ് ഫംഗ്ഷൻ. നമ്മളിതുപോലെ എക്സ്പ്രസ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെത്തേഡാണിത് റിട്ടേൺ ചെയ്യുന്നത്. ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മളൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ആപ്പ് എന്ന് പറയുന്ന വേരിയബിൾ ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്രസ്സിൽ ഓരോ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും, നമ്മുടെ പ്രൊജക്റ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സോ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് നമ്മളൊരു പോർട്ട് ഡിക്ലെയർ ചെയ്യണം. കോൺസ്റ്റൻറ്റ് പോർട്ട്. സോ നമ്മൾ 3000 എന്ന് കൊടുക്കുന്നു. സോ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടർ തന്നെയാണ് സെർവറായി ഉപയോഗിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ലോക്കൽ ഹോസ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ അതിന് നമുക്കൊരു പോർട്ട് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ അതിനാണ് നമ്മൾ പോർട്ട് 3000 എന്ന് കൊടുത്തത്. സോ നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും കൊടുക്കാം. ചില പോർട്ടുകൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓൾറെഡി അസൈൻഡ് ആയിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ പോർട്ട് 3000 കൊടുക്കാം. സോ 3000 ലഭിക്കുന്നില്ലെങ്കിൽ മറ്റ് നമ്പർ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ പോകാം. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗം നമ്മൾ തൽക്കാലം ഇപ്പോൾ ചെയ്യുന്നില്ല. അതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെ app.listen നമ്മുടെ പോർട്ട് നമ്പർ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. സോ അത് കൂടി കൊടുക്കാം. സോ നമുക്ക് app.listen. സോ ഇതിനുള്ളിൽ നമ്മുടെ വേരിയബിൾ നെയിം പോർട്ട്, കോമ കൊടുത്ത ശേഷം നമുക്കൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ, ഒരു ആരോ ഫംഗ്ഷൻ കൊടുക്കാം. സോ ഇതുപോലെ കൊടുക്കാം. സോ നമ്മുടെ സെർവർ പ്രവർത്തിക്കുകയാണെങ്കിൽ, സക്സസ്ഫുള്ളി പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് കൺസോളിൽ ഒരു മെസ്സേജ് ലഭിക്കണം. സോ ഇത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. സോ നമ്മളൊരു കൺഫർമേഷന് വേണ്ടി മാത്രമാണ്. സോ നമുക്ക് ബാക്ക് ടിക്ക് കൊടുത്തതിന് ശേഷം ആപ്പ് ലിസണിങ് ഓൺ പോർട്ട്, അതിനുശേഷം നമ്മുടെ പോർട്ട് വേരിയബിൾ കൊടുക്കാം. പോർട്ട് വേരിയബിൾ പോർട്ട്. അതുപോലെ നമുക്ക് ടെംപ്ലേറ്റ് ലിറ്ററൽ കൊടുക്കാം. സോ നമ്മുടെ സെർവർ സക്സസ്ഫുള്ളി പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു മെസ്സേജ് ആപ്പ് ലിസണിങ് ഓൺ പോർട്ട് 3000 എന്ന് ലഭിക്കും. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ വരിക. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളിത് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നമുക്കിത് റൺ ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളിവിടെ വന്നതിന് ശേഷം നോഡ്, നമ്മുടെ ഫയലിൻ്റെ പേര് കൊടുക്കുക, ആപ്പ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ app.js എന്ന് കൊടുക്കാം, എൻ്റർ ചെയ്യുക. സോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ആപ്പ് ലിസണിങ് ഓൺ പോർട്ട് 3000 എന്ന് ലഭിക്കും. അതിനർത്ഥം നമ്മുടെ സെർവർ സക്സസ്ഫുള്ളി പ്രവർത്തിക്കുന്നുണ്ട്. ശേഷം നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം നമ്മളിതുപോലെ ഇവിടെ വന്നതിന് ശേഷം ലോക്കൽ ഹോസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ലോക്കൽ ഹോസ്റ്റ് നമ്മുടെ വെബ്സൈറ്റ് തന്നെ, നമ്മുടെ കമ്പ്യൂട്ടർ തന്നെയാണ് നമ്മൾ സെർവറായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയുന്ന അഡ്രസ്സ് കൊടുത്ത ശേഷം കോളൻ കൊടുത്ത ശേഷം 3000 കൊടുക്കുക, എൻ്റർ ചെയ്യാം. സോ നമ്മുടെ ലോക്കൽ ഹോസ്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. ലോക്കൽ ഹോസ്റ്റ് കോളൻ 3000 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ IP അഡ്രസ്സായ 127.0.0.1.3000 എന്നും കൊടുക്കാം. സോ ഞാനത് ഇവിടുന്ന് കോപ്പി ചെയ്ത് ഇപ്പോൾ നമുക്ക് കനോട്ട് ഗെറ്റ് എന്ന് പറയുന്ന റിസൾട്ടാണ് ലഭിച്ചത്. സോ നമ്മൾ IP അഡ്രസ്സ് കൊടുത്ത് നോക്കാം. IP അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെയിം റിസൾട്ടാണ് ലഭിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ലോക്കൽ ഹോസ്റ്റ്. ഒന്നുകിൽ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ IP അഡ്രസ്സ് ഉപയോഗിക്കാം. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, സെയിം റിസൾട്ട് ആയിരിക്കും ലഭിക്കുക. സോ ഇപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം, നമുക്കിവിടെ കനോട്ട് ഗെറ്റ് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ അതിനുശേഷം ഒരു ഫോർവേഡ് സ്ലാഷ് കാണാൻ സാധിക്കും. നമുക്ക് ആദ്യം ഈ ഗെറ്റ് എന്നാൽ എന്താണ് നോക്കാം. സോ നമുക്ക് ഗെറ്റ് എന്നാൽ എന്താണ് എന്ന് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് HTTP എന്നാൽ എന്താണെന്ന് നോക്കാം. സോ HTTP എന്ന് പറയുന്നത് ഒരു പ്രോട്ടോക്കോളാണ്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. സോ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വെബിലെ ഒരു റിസോഴ്സസ് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ആ റിസോഴ്സ് നമുക്ക് ചിലപ്പോൾ HTML ഫയൽ ആവാം, എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഡാറ്റാബേസിൽ നിന്നുള്ള ഡാറ്റയാവാം, അല്ലെങ്കിൽ ഫോട്ടോസ് ആവാം, ടെക്സ്റ്റ് ആകാം, അങ്ങനെ ഏത് കാര്യങ്ങളും ആവാം. നമ്മളൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ HTTP ആയിരിക്കാം, അല്ലെങ്കിൽ HTTPS ആയിരിക്കാം. HTTPS എന്ന് പറയുന്നത് അതിൻ്റെ സെക്യൂർ വേർഷനാണ്. സോ നമുക്ക് HTTP ആവശ്യമാണ് ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷന് വേണ്ടി. സോ ക്ലയൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ വെബ്സൈറ്റ്
ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഡിവൈസാണ്. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണാണ് ക്ലയൻറ്റ്. ഓക്കെ, അതുപോലെ നമ്മുടെ ക്ലയൻറ്റിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന, ക്ലയൻറ്റിന് ഫയൽസും റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ് സെർവർ. നമ്മൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് വീഡിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ യൂട്യൂബ് സെർവറാണ് നമ്മുടെ സെർവർ എന്ന് പറയുന്നത്. സോ നമ്മുടെ വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത് ഇവ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വഴിയാണ്. ക്ലയൻറ്റ് അതുപോലെ സെർവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സക്സസ് ആകുമ്പോഴാണ് നമുക്കൊരു വെബ്സൈറ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നത് ഈ HTTP എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ ഉപയോഗിച്ചാണ്. സോ ഇതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. പ്രധാനപ്പെട്ട 4 മെത്തേഡ്സ് ആണ്: ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, ഡിലീറ്റ്. സോ ഗെറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു സെർവറിൽ നിന്നും ഒരു റിസോഴ്സ് ലഭിക്കുന്നതിന് വേണ്ടി, നമുക്ക് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി, അതുപോലെ നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് ഒരു ഫോട്ടോ ലഭിക്കുന്നതിന് വേണ്ടി, ഒരു വീഡിയോ കാണുന്നതിന് വേണ്ടിയൊക്കെ നമുക്ക് ഗെറ്റ് മെത്തേഡ് ഉപയോഗിക്കും. പോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ സെർവറിലോട്ട് ഒരു പുതിയ ഡാറ്റ ആഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യുന്നതിനോ ക്രിയേറ്റ് ചെയ്യുന്നതിനോ നമുക്ക് പോസ്റ്റ് മെത്തേഡ് ഉപയോഗിക്കാം. സോ പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു എക്സിസ്റ്റിംഗ് ഡാറ്റ നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. ഡിലീറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു റിസോഴ്സ്, ഒരു ഡാറ്റ സെർവറിൽ നിന്നും ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി മെത്തേഡ് ഉപയോഗിക്കാം. ഇതാണ് പ്രധാനപ്പെട്ട 4 മെത്തേഡ്. സോ ഇതിലെ ഈ ഗെറ്റ് എന്ന് പറയുന്ന സംഭവമാണ് നമ്മളിവിടെ കാണുന്ന കനോട്ട് ഗെറ്റ് ഫോർവേഡ് സ്ലാഷ്. സോ ഫോർവേഡ് സ്ലാഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹോം പേജ് ആണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മളിവിടെ വന്ന് ഫോർവേഡ് സ്ലാഷ് എന്ന് കൊടുക്കും. ഫോർവേഡ് സ്ലാഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹോം പേജ് ആണ്. സോ നമ്മൾ google.com എന്ന് കൊടുക്കുന്നതിന് തുല്യമാണ് ഫോർവേഡ് സ്ലാഷ് എന്ന് പറയുന്നത്. google.com എന്ന് പറയുന്നത് google.comൻ്റെ ഹോം പേജ് ആയിരിക്കും. സോ ഇനി ഉദാഹരണമായി നമ്മളിവിടെ ഫോർവേഡ് സ്ലാഷ് ഇമേജസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനർത്ഥം നമ്മൾ google.com ഇമേജസ് എന്ന് പറയുന്ന URLന് തുല്യമാണ് ഈ ഒരു സംഭവം, ഫോർവേഡ് സ്ലാഷ് ഇമേജ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ വന്ന റിസൾട്ട് എന്ന് പറയുന്നത് കനോട്ട് ഗെറ്റ് ഫോർവേഡ് സ്ലാഷ്. കാരണം നമ്മൾ ഇതുവരെ ഹോം പേജ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സോ നമുക്ക് ആ ഹോം പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഇതൊരു റിക്വസ്റ്റാണ്, ഗെറ്റ് റിക്വസ്റ്റാണ് നമ്മുടെ സെർവറിലോട്ട് വരുന്നത്. അപ്പോൾ നമുക്കൊരു റെസ്പോൺസ് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. സോ നമ്മളിവിടെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ആ റെസ്പോൺസ് ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. app.get എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് നമ്മുടെ ഫോർവേഡ് സ്ലാഷ് ഏത് URL ആണോ ആ URL ഇവിടെ കൊടുക്കുന്നു. അതിനുശേഷം ഈ നമ്മളൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആ കോൾ ബാക്ക് ഫംഗ്ഷൻ 2 പാരാമീറ്ററാണ് റിസീവ് ചെയ്യുന്നത്, റിക്വസ്റ്റ് അതുപോലെ റെസ്പോൺസ്. സോ അതിനുശേഷം ആ ഒരു ഫംഗ്ഷനുള്ളിൽ നമ്മൾ response.send നമ്മുടെ റെസ്പോൺസ് സെൻഡ് ചെയ്യുന്നു, ഹലോ വേൾഡ് എന്ന് പറയുന്ന റെസ്പോൺസ് സെൻഡ് ചെയ്യുന്നു. സോ ഈ കാര്യമാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. സോ നമുക്കിപ്പോൾ ഇവിടെ എററാണ് വന്നത്, കനോട്ട് ഗെറ്റ് ഫോർവേഡ് സ്ലാഷ്, അതായത് നമ്മുടെ ഹോം പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സോ നമുക്കതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് ആപ്പ് എന്ന് പറയുന്ന വേരിയബിൾ തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. സോ ആപ്പ് ഡോട്ട് അതിനുശേഷം നമ്മുടെ മെത്തേഡാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത് ഗെറ്റ് മെത്തേഡായിരുന്നു. നമുക്കൊരു സ്ട്രിങ്, നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രിങ് ഹലോ വേൾഡ് എന്ന് ലഭിക്കണം. ഗെറ്റ് മെത്തേഡ്, ഇതിനുള്ളിൽ നമ്മുടെ URL, സോ നമ്മളിതുപോലെ ഫോർവേഡ് സ്ലാഷ് കൊടുക്കുക, സ്ട്രിങ് ആയി കൊടുക്കുക. അതിനുശേഷം കോമ കൊടുത്ത ശേഷം ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ, ഒരു ആരോ ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ആരോ ഫംഗ്ഷൻ്റെ പാരാമീറ്ററായി നമ്മൾ കൊടുക്കേണ്ടത് 2 കാര്യമാണ്. ഒന്ന് റിക്വസ്റ്റ്, റെസ്പോൺസ്. സോ നമുക്ക് റെസ്പോൺസ്, ഈ ഫംഗ്ഷനുള്ളിൽ നമുക്ക് എന്താണ് റെസ്പോൺസ് ആയി ലഭിക്കേണ്ടത്? സോ നമ്മളിവിടെ റെസ്പോൺസ് ഡോട്ട് സെൻഡ്, ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കുന്നത് ഹലോ വേൾഡ് എന്നാണ്, ഹലോ വേൾഡ്. സോ നമ്മുടെ ഹോം പേജ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ലോക്കൽ ഹോസ്റ്റ് :3000 നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഹലോ വേൾഡ് എന്ന് പറയുന്ന സ്ട്രിങ് നമുക്ക് റെസ്പോൺസായി ലഭിക്കും. സോ നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൽ പോയതിന് ശേഷം, നമ്മുടെ ലോക്കൽ ഹോസ്റ്റിൽ പോയതിന് ശേഷം നമുക്ക് റിഫ്രഷ് ചെയ്യാം. സോ നമുക്കിപ്പോൾ യാതൊരു മാറ്റവും ലഭിക്കുന്നില്ല. അതിന് കാരണം നമ്മുടെ സെർവർ ഇപ്പോൾ റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ആദ്യം അത് Ctrl+C പ്രസ് ചെയ്ത് അത് ക്വിറ്റ് ചെയ്യണം, അത് സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്ത ശേഷം നമുക്ക് വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ വീണ്ടും node app.js എന്ന് കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ സെർവർ റീസ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഇനി നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ പോയി റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹലോ വേൾഡ് എന്ന് ലഭിക്കും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു റെസ്പോൺസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മളിപ്പോൾ JS ഉപയോഗിച്ച് നമ്മുടെ ആദ്യത്തെ സെർവർ അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ ആപ്ലിക്കേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു സിമ്പിൾ റെസ്പോൺസ് ലഭിക്കുന്ന, ഹലോ വേൾഡ് എന്ന് പറയുന്ന റെസ്പോൺസ് ലഭിക്കുന്ന ഒരു ആപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഉദാഹരണമായി ഞാനിവിടെ ഹലോ വേൾഡ് ഫ്രം എക്സ്പ്രസ് എന്ന് കൊടുക്കുന്നു. ഹലോ വേൾഡ് ഫ്രം എക്സ്പ്രസ് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാറ്റം കാണില്ല. നമുക്ക് വീണ്ടും Ctrl+C കൊടുത്ത് സെർവർ സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ, അതിനുശേഷം വന്ന് റീഫ്രഷ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു മാറ്റം ഇവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. സോ ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. സോ അതിനുവേണ്ടി നമുക്കൊരു മോഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയായി നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു കാര്യങ്ങൾ നമ്മുടെ സെർവറും റീസ്റ്റാർട്ട് ആവുന്നതായിരിക്കും. സോ
അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പാക്കേജാണ് NodeMon എന്ന് പറയുന്നൊരു പാക്കേജ്. സോ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. സോ നമ്മളിവിടെ npm ഇൻസ്റ്റാൾ സെർവർ സ്റ്റോപ്പ് ചെയ്ത ശേഷം ചെയ്യണം. npm ഇൻസ്റ്റാൾ NodeMon എന്ന് കൊടുക്കുക, NodeMon. സോ അതിന് മുമ്പായിട്ട് നമ്മൾ ഇതുപോലൊരു -g എന്ന് കൊടുക്കുക, -g എന്ന് പറയുന്ന ഫ്ലാഗ്. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഗ്ലോബലായി ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് എൻ്റർ ചെയ്യുക. ഈ ഒരു മോഡ്യൂൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. ഒരിക്കൽ അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാൻ സാധിക്കും. നമ്മൾ നേരത്തെ നോഡ് ആപ്പ് എന്നായിരുന്നു കൊടുത്തിരുന്നത്, നോഡ് app.js എന്നായിരുന്നു കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ നോഡ് ആപ്പ് എന്നായിരുന്നു കൊടുത്തിരുന്നത്. ഇനി നമ്മൾ കൊടുക്കേണ്ടത് NodeMon ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ NodeMon ആപ്പ് എന്ന് കൊടുത്താൽ മതി, എൻ്റർ ചെയ്യുക. സോ ഇപ്പോൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആപ്പ് ലിസണിങ് ഓൺ പോർട്ട് 3000 എന്ന് കാണാൻ സാധിക്കും. ഞാൻ തൽക്കാലം ഇവിടെ നമ്മൾ എക്സ്പ്രസ് ഡിലീറ്റ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത ഉടനെ നിങ്ങൾ കാണാം നമ്മുടെ സെർവർ ഇവിടെ റീസ്റ്റാർട്ട് ആവുന്നതായി കാണാൻ സാധിക്കും. സോ അതുപോലെ തന്നെ നമ്മളിവിടെ പോയി ജസ്റ്റ് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ആ ഒരു മാറ്റവും കാണാൻ സാധിക്കും. സോ ഞാൻ വീണ്ടും ഇവിടെ ഹലോ ഫ്രം express.js എന്ന് കൊടുക്കുന്നു, സേവ് ചെയ്യാം. നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ പോയതിനു ശേഷം ജസ്റ്റ് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെർവർ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റെസ്പോൺസ് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ Express.js ആപ്പ് ക്രിയേറ്റ് ചെയ്യാം.